ഏതൊരു മനുഷ്യനും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലം അത് സ്വന്തം വീടായിരിക്കും. എന്നാൽ അതേ വീടിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അരുതാത്തതെന്തെങ്കിലും സംഭവിച്ചാലോ? അതെ, ഇന്നത്തെ കഥ അത്തരമൊരു സംഭവത്തെക്കുറിച്ചാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള മോഹിത് എന്ന യുവാവ്, അവൻ അവധിക്കാലം ചിലവഴിക്കാനായി തൻ്റെ കസിൻ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോയതാണ്. പക്ഷെ അവിടെ നിന്നും അവൻ തിരികെ കൊണ്ടുവന്നത് അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും തുടച്ചു മാറ്റാൻ കഴിയാത്തൊരു ഓർമ്മയുമായിട്ടാണ്. അത് അവൻ്റെ മുഴുവൻ ജീവിതവും പൂർണ്ണമായും തകർത്തിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ കഥ കേട്ടതിനു ശേഷം നിങ്ങൾ പോലും കുടുംബത്തിലെ ഓരോരുത്തരെയും സംശയത്തോടു കൂടി നോക്കിപ്പോകും. ഓരോ നിമിഷവും ഇതുപോലെ ഒരു പക്ഷെ എനിക്ക് നാളെ സംഭവിക്കുമോ എന്ന ഭയം നിങ്ങളെ പിന്തുടരും. ഒപ്പം നിരവധി ചോദ്യങ്ങളും ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ വിട്ടുപോകും. കഥ ആരംഭിക്കുന്നത് 2019. മോഹിത് 12ാം ക്ലാസ് പൂർത്തിയാക്കി. റിസൾട്ട് വരാൻ ഇനിയും സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത ചില മാസങ്ങൾ പുതിയ കോളേജ് അന്വേഷിക്കണം, അടുത്ത് എന്ത് പഠിക്കണം അതൊക്കെ തീരുമാനിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്തെന്നാൽ സ്കൂൾ ജീവിതത്തിൽ അവനൊരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു. പഠനത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. ടീച്ചർമാരെ അലട്ടുക, ക്ലാസ്മേറ്റ്സിനെ കളിയാക്കുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ ഫേവറേറ്റ് ഹോബികൾ. ക്ലാസ്സിൽ ഒരിക്കലും ശാന്തനായിരിക്കില്ല. സ്കൂളിൽ നിന്നും അച്ഛന് സ്ഥിരമായ പരാതികൾ എത്തിക്കൊണ്ടിരുന്നു. അച്ഛൻ സ്കൂളിൽ വരും, മോഹിത്തിനെ ശാസിക്കും. എന്നാൽ അവൻ തൻ്റെ ആ ശീലങ്ങളൊന്നും മാറ്റിയില്ല. ഒരു സാധാരണ വിദ്യാർത്ഥിയെ പോലെ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരുന്നു. പക്ഷേ മുന്നിലുള്ള സമയം അതെത്ര വിലപ്പെട്ടതാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ അത്രയും ആസ്വദിച്ചിരുന്ന ആ ജീവിതം, അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും എല്ലാം ഒറ്റയടിക്ക് തകരാൻ പോവുകയായിരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. സിനിമകൾ കാണുന്നതിലൂടെ മോഹിത്തിന് ഒരു തെറ്റായ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാൽ എളുപ്പത്തിൽ പ്രണയിക്കാമെന്ന്. റൊമാൻറ്റിക് സിനിമകൾ കണ്ട ശേഷം അവൻ തന്നെ ഹാൻഡ്സമായി കാണിച്ചു. പെൺകുട്ടികളെ പെട്ടെന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറോ ആയി കരുതി. പക്ഷേ യാഥാർത്ഥ്യം ഇതായിരുന്നു. ഇതുവരെയും അവൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി പോലും വന്നിട്ടില്ല. 12ാം ക്ലാസ് കഴിഞ്ഞ ശേഷം അവൻ്റെ ആഗ്രഹം മുംബൈയിൽ പോകാനായിരുന്നു. UP വിട്ട് ബോംബെയിൽ സെറ്റിലാവുക, അവിടെയുള്ള ലക്ഷറി ജീവിതശൈലി, ഇതൊക്കെ അവൻ ഏറെ ആകർഷിച്ചിരുന്നു. മുംബൈയിലെത്തുന്ന എല്ലാവരും ഒരു ദിവസം ആക്ടറാകുമെന്നായിരുന്നു അവൻ്റെ ഒരു ധാരണ. ഈ സ്വപ്നങ്ങളുമായി കുറച്ച് കുടുംബ വഴക്കുകൾക്ക് ശേഷം അവൻ മുംബൈയിലെത്തി. പക്ഷെ അവിടെ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം കോളേജിൽ പഠിക്കുകയല്ലായിരുന്നു. വീട്ടുകാർക്ക് തോന്നണം അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ സിനിമകളിലും സീരീസുകളിലും ചാൻസ് നേടാനായിരുന്നു അവൻ്റെ ശ്രമം. ഏകദേശം ഒരു 10 വർഷം മുൻപ് 80% യുവാക്കൾക്കും ഉണ്ടായിരുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ സ്വപ്നം തന്നെയായിരുന്നു ഇത്. പക്ഷെ അവന് വെറും 19 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോഹിത്തിന് ഒറ്റയ്ക്ക് വിടാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് താമസത്തിനായി ഒരു അറേഞ്ച്മെന്റ് ചെയ്തു. അച്ഛൻ തൻ്റെ മൂത്ത സഹോദരനെ വിളിച്ചു പറഞ്ഞു, മകൾ രാധിക മുംബൈയിലല്ലേ ജോലി ചെയ്യുന്നത്, അവളുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ മകനെ കുറച്ച് ദിവസത്തേക്ക് അയക്കുന്നുവെന്ന്. സഹോദരനും ശരി അയച്ചോളൂ, പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തന്നെ ലഭിച്ചു. അങ്ങനെ ട്രെയിൻ വഴി മോഹിത് UPയിൽ നിന്നും മുംബൈയിലെത്തി. സ്റ്റേഷനിൽ നിന്നും അവൻ്റെ കസിൻ സിസ്റ്റർ അവനെ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി. ഇതാദ്യമായിരുന്നു മോഹിത് ഒരു 20 നില കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നത്. അപ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് കയറിയതും രാധികയുടെ വീട് കണ്ടതും അവൻ അതിയായി സന്തോഷിച്ചു. ഒരു ദിവസം താനും ഇതുപോലെ സെറ്റിലാകും, ഇതുപോലൊരു ഫ്ലാറ്റ് വാങ്ങുമെന്നൊക്കെ അവൻ പറഞ്ഞു. ഇതിന് രാധിക പറഞ്ഞത്, ഇതെൻ്റെ സ്വന്തം വീടല്ല, വാടകയാണ് എന്ന്. ജോലി ചെയ്തുണ്ടാക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി ഇവിടെ വാടകയ്ക്കാണ് പോകുന്നത്. ലോകം കൂടുതലായി കണ്ടിട്ടില്ലാത്ത ഒരു യുവാവ്, സിനിമകളിലൂടെ മാത്രം സ്വപ്നം കണ്ട ഒരാൾ മുമ്പ് എത്തിയതോടെ അവൻ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് പറക്കുകയായിരുന്നു. പക്ഷെ അവിടെ തന്നെയാണ് ഒരു വലിയ തടസ്സം ഉണ്ടായിരുന്നത്. ആദ്യ ദിവസം തന്നെ രാധികയോടൊപ്പം അവൻ 2 കോളേജുകൾ കണ്ടു. രണ്ടും അവൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫീസ് അത് അത്യന്തം കൂടുതലായിരുന്നു. അതുകൊണ്ട് തിരികെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. ഇപ്പോൾ 2020 ജനുവരി മാസം. ആ മാസത്തിൽ എത്ര വലിയ സംഭവം നടന്നുവെന്ന് നിങ്ങൾക്കറിയാം. നമ്മളെല്ലാവരും വീടുകൾക്കുള്ളിൽ തന്നെ പൂട്ടപ്പെടേണ്ടി വന്നു. അതുപോലൊരു സ്ഥിതി. എല്ലാ നഗരങ്ങളും രാജ്യം മുഴുവനും പൂർണ്ണമായി അടച്ചുപൂട്ടി. മോദിജി തന്നെ TV-യിൽ വന്ന് ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരണമെന്ന് അഭ്യർത്ഥിച്ചു. ആദ്യം ഇക്കാര്യം മോഹിത്തിന് വളരെ സന്തോഷകരമായിരുന്നു. അവൻ കരുതി, ഞാൻ ഇവിടെ വന്നത് ഒരാഴ്ചയ്ക്ക് വേണ്ടിയല്ലേ, പക്ഷേ ഇപ്പോൾ മുംബൈയിൽ 15 ദിവസത്തോളം ചിലവഴിക്കാം. താമസിക്കാൻ സ്ഥലമുണ്ട്, ഭക്ഷണമുണ്ടാക്കാൻ സിസ്റ്ററുണ്ട്, മുഴുവൻ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം. ഈ സന്തോഷത്തോടെ അവൻ രാത്രി അച്ഛന് ഫോൺ ചെയ്ത് പറഞ്ഞു, അച്ഛാ, ഞാനിന്ന് ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അച്ഛനും അതേ മറുപടിയാണ് നൽകിയത്. ശരി, ലോക്ക്ഡൗൺ തീരുന്നത് വരെ നീ സിസ്റ്ററുടെ കൂടെ തന്നെ ഇരിക്കെന്ന്. ഇവിടെ നിന്നാണ് ഈ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നത്. രാധിക മോഹിത്തിൻ്റെ കസിൻ സിസ്റ്ററാണ്. വയസ്സ് 27. കഴിഞ്ഞ 2 വർഷമായി മുംബൈയിൽ തന്നെ ജോലി ചെയ്യുകയാണ്. ആ സമയത്താണ് അവൾക്ക് ഓഫീസിൽ നിന്നും ഒരു ബോയ് ഫ്രണ്ട് കിട്ടുന്നത്. മോഹിത്തും രാധികയും താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെൻറ്റ് 2 BHK ആയിരുന്നു. 2 മുറികൾ.
ലോക്ക്ഡൌണിന് മുൻപ് ആഴ്ചയിൽ 2 പ്രാവശ്യം രാധികയുടെ ബോയ്ഫ്രണ്ട് അവിടെ വന്നു പോകും. പക്ഷെ ഇപ്പോൾ രാധികയുടെ മുന്നിൽ ഒരു വലിയ പ്രശ്നം. ലോക്ക്ഡൌൺ കാരണം അവളുടെ ബോയ്ഫ്രണ്ടിന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല. മോഹിത് അപ്പാർട്ട്മെന്റിലെ മറ്റൊരു മുറിയിലായിരുന്നു. അവിടെ തന്നെ ഉറങ്ങും, അവിടെ തന്നെ റെഡിയായി പുറത്തേക്ക് പോകും. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥ. രണ്ടുപേരും വീടിനുള്ളിൽ അടുക്കളയിൽ ചെന്ന് നോക്കി ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന്. ഒരല്പം ആശ്വാസമായി. അടുത്തൊരു 10-15 ദിവസത്തേക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പാലില്ലെങ്കിലും പ്രശ്നമില്ല, ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഒരാഴ്ചക്കിടെ രണ്ടുപേരും TV കാണും, സോഫയിലിരുന്ന് സമയം ചിലവഴിക്കും, ദിവസം മുഴുവനും ഭക്ഷണം. രാധികയ്ക്ക് ഒരു വശത്ത് സന്തോഷമുണ്ടായിരുന്നു. ഇനി ഓഫീസിലേക്ക് പോകണ്ട, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാം. പക്ഷെ മറ്റൊരു വശത്ത് ഒരു വലിയ മാനസിക സമ്മർദ്ദം. ബോയ് ഫ്രണ്ടിനെ കാണാൻ കഴിയാത്തതിൻ്റെ ഒരു അടങ്ങാത്ത ആഗ്രഹം. ആ വിശപ്പ് തന്നെയാണ് പിന്നീട് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഒരാഴ്ച കഴിഞ്ഞ് വൈകുന്നേരം രാധിക തൻ്റെ കസിൻ ബ്രദറുമായി ഭക്ഷണം തയ്യാറാക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് മോഹിത് ഒരു സിനിമ കാണുന്നു. അതിനുശേഷം രാധിക ഡിന്നർ കഴിച്ച് തൻ്റെ മുറിയിലേക്ക് പോകുന്നു. സോഫയിലിരുന്ന് മോഹിത് സിനിമ മുഴുവനും ആസ്വദിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവൻ TVയോ ഫോണോ അധികം ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ദിവസം മുഴുവനും TVയാണ്. സമയം ഇപ്പോൾ ഏകദേശം രാത്രി 11 മണി. 1 മണിക്കൂറിന് മുൻപ് ഉറങ്ങാൻ പോയ രാധിക പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അവൾ കരയുകയാണ്. മോഹിത് ഇപ്പോൾ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ചേച്ചി എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത് എന്ന്. ഇപ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം പരിധി ലംഘിക്കുന്ന ഒരു പെരുമാറ്റം അവിടെ ഉണ്ടായി. ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടന്നത്. മോഹിത് പലതവണ അവളെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ കരഞ്ഞുകൊണ്ടിരുന്ന രാധിക അപ്രത്യക്ഷിതമായി ഒരു ചതിയുള്ള കൃത്യമായ മുഖഭാവത്തിലേക്ക് മാറുന്നു. അവനെ സോഫയിൽ കിടത്തുന്നു. മുൻപ് നടന്നതെല്ലാം വീണ്ടും തുടരുന്നു. സ്വയം വളരെ ധൈര്യമുള്ളവനെന്ന് സിനിമകൾ കണ്ട ശേഷം വിശ്വസിച്ചിരുന്ന മോഹിത്തിന്റെ ആത്മവിശ്വാസം അവിടെ പൂർണ്ണമായും തകർന്നു. അവന്റെ മേൽ 10 വയസ്സ് മുതിർന്ന തന്റെ കസിൻ സിസ്റ്റർ കിടക്കുകയാണ്. ഇതെല്ലാം അവർക്കിടയിൽ ആദ്യമായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് രാധിക എഴുന്നേൽക്കുന്നു. പിന്നീട് തന്റെ കസിൻ ബ്രദറോട് സോറി പറയാൻ ശ്രമിക്കുന്നു. അതവൾ അവതരിപ്പിച്ചത് അറിയാതെ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിലായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. ഇതൊന്നും അറിയാതെ സംഭവിച്ചതല്ല. മോഹിത്തിനോട് ഉദ്ദേശപൂർവ്വം തന്നെയാണ് അവളത് ചെയ്തത്. എല്ലാം കഴിഞ്ഞ ശേഷം രാധിക വീണ്ടും തൻ്റെ മുറിയിലേക്ക് പോയി. മോഹിത് സോഫയിൽ തന്നെ ഇരുന്നു. ആ രാത്രി മുഴുവനും അവൻ ഉറങ്ങാൻ സാധിച്ചില്ല. എന്ത് സംഭവിച്ചു, താനിപ്പോൾ എന്താണ് ചെയ്തത്, തന്നോടിപ്പോൾ എന്താണ് ചെയ്തത്, ആ ഒരു ചിന്ത അവനെ അലട്ടിക്കൊണ്ടിരുന്നു. അവന് സംഭവിച്ചത് ഒരു അപരിചിതയാലല്ല, തൻ്റെ സ്വന്തം കസിൻ സിസ്റ്റർ. അവർ തന്നെയാണ് തന്നോട് ഇങ്ങനെ ചെയ്തത്. ഒരുപക്ഷെ സ്വന്തം സഹോദരിയേക്കാൾ കൂടുതൽ ആദരവ് നൽകിയ ഒരാൾ, അവനേക്കാൾ 10 വയസ്സ് മുതിർന്നവൾ. പക്ഷെ ഇന്ന് അവൾ തന്നെയാണ് അവൻ്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചത്. ആ രാത്രി കടന്നുപോയി. രാവിലെയായി. രാധിക ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറായി. ചായ ഉണ്ടാക്കിയിട്ട് ബിസ്ക്കറ്റിനോടൊപ്പം അത് മോഹിത്തിന് കൊടുത്തു. പക്ഷെ അവൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രം, എത്രയും വേഗം ഇവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് പോവുക. പക്ഷേ ലോക്ക്ഡൗൺ കാരണം അത് സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ രോഹിത്തിൻ്റെ മുന്നിൽ രണ്ട് വഴികൾ മാത്രം. 1, ഇവിടെ തന്നെ ഇരുന്ന് ഇതെല്ലാം സഹിക്കുക. 2, വീട്ടിലേക്ക് വിളിച്ച് സത്യമെല്ലാം തുറന്നു പറയുക. പക്ഷേ മോഹിത് ആദ്യ വഴിയായിരുന്നു തിരഞ്ഞെടുത്തത്. അതിന് കാരണം ഉണ്ടായിരുന്നു, ഭയം. അവന് തോന്നി, ഇത്തരമൊരു കാര്യം എങ്ങനെയാണ് അച്ഛനോട് പറയുക? ലജ്ജ കാരണം അവൻ ഒരിക്കലും അത് തുറന്നു പറയാൻ സാധിക്കില്ല. അതിലും വലിയ പേടി, അവൻ എന്ത് പറഞ്ഞാലും അച്ഛൻ അവനെ തന്നെയാകും വഴക്ക് പറയുക. നീ തന്നെയാകും നിന്റെ സഹോദരിയോട് തെറ്റായി പെരുമാറിയതെന്നൊക്കെ പറഞ്ഞാലോ? അത് നിഷേധിക്കാൻ അവൻ്റെ കയ്യിൽ തെളിവുകളും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിനോട് പറഞ്ഞ് ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ ഒരു വഴിയുമില്ലായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രാധിക ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഇനി മോഹിത്തിൻ്റെ അടുത്തേക്ക് പോകില്ല. അവൾക്കിപ്പോൾ വ്യക്തമായിരുന്നു മോഹിത്തിന് ഇതിനൊന്നും താല്പര്യമില്ലായിരുന്നു. അവനെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കരുത്. പക്ഷേ 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറി. ബോയ് ഫ്രണ്ടുമായി ഫോണിലൂടെ മാത്രമുള്ള സംസാരങ്ങൾ, കാണാൻ ആഗ്രഹം, പക്ഷെ കാണാൻ സാധിക്കാത്ത അവസ്ഥ. അവസാനം വീണ്ടും ലക്ഷ്യം സ്വന്തം സഹോദരനെ നോക്കിപ്പോയി. കഴിഞ്ഞ 5 ദിവസമായി രോഹിത് വളരെ കുറച്ച് സമയം മാത്രമാണ് മുറിക്ക് പുറത്തേക്ക് വന്നത്. ഫോൺ നോക്കുക, ഉറങ്ങുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ ലോകം. 5 ദിവസത്തിന് ശേഷം അവൻ തോന്നി, ഇനി സാധാരണ രീതിയിൽ ചേച്ചിയോട് സംസാരിക്കാമെന്ന്. അങ്ങനെ അവൻ പുറത്തേക്ക് വന്നു, ഭക്ഷണം കഴിച്ചു, വീണ്ടും സോഫയിലിരുന്ന് TV നോക്കി, സിനിമ ആസ്വദിക്കാൻ തുടങ്ങി. പക്ഷെ അതേസമയം രാധിക വീണ്ടും എത്തി. ഇക്കാര്യത്തെക്കുറിച്ച് വീണ്ടും അവനോട് ചോദിക്കാൻ തുടങ്ങി. മോഹിത് ഇത്തവണ വ്യക്തമായി അത് നിരസിച്ചു. ഇപ്പോൾ രാധിക TV റിമോട്ട് എടുത്ത് അവൻ കാണാൻ ഇഷ്ടപ്പെടാത്ത ദൃശ്യങ്ങൾ നിറഞ്ഞ ഒരു സിനിമ ഓൺ ചെയ്തു. സിനിമ തുടങ്ങിയ ഉടൻ തന്നെ മോഹിത് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു. പക്ഷെ രാധിക അവനെ എഴുന്നേൽക്കാൻ അനുവദിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസം മുൻപ് എന്താണോ സംഭവിച്ചത് അത് തന്നെ വീണ്ടും സംഭവിച്ചു. ഇത്തവണ മോഹിത് അവളെ തള്ളി മാറ്റി, ഒരടിയും കൊടുത്തു. എന്നിട്ട് അവളെ ഉപദേശിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ തിരിച്ച് അവൾ പറഞ്ഞത് അവനെ പൂർണ്ണമായും തകർത്തു. നീ ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്റെ മേൽ തെറ്റായ ആരോപണങ്ങൾ ചുമത്തും.
ഞാനൊരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്, എൻ്റെ വാക്ക് മാത്രമേ എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ, എല്ലാവർക്കും അങ്ങനെ തോന്നുകയുള്ളൂ, നീ എന്നോട് തെറ്റായി പെരുമാറിയെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. സ്വന്തം സഹോദരിയുടെ വായിൽ നിന്നും ഇത് കേട്ടപ്പോൾ മോഹിത് മിണ്ടാതെയായി. അവൻ സ്വന്തം മുറിയിലേക്ക് പോയി. രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ടിരുന്നു. ഇതിനുശേഷം രാധികയ്ക്ക് ഒരു കാര്യം വ്യക്തമായി, അവന് താല്പര്യമില്ല. ഇനി വീണ്ടും അവളത് ചെയ്താൽ മോഹിത് എന്തെങ്കിലും തെളിവ് ശേഖരിക്കാൻ ശ്രമിക്കും. അത് പിന്നീട് തനിക്കെതിരെ വരും. അതുകൊണ്ട് അതിനുശേഷം അവൾ അവനോടൊന്നും പറഞ്ഞില്ല. ലോക്ക്ഡൗൺ അവസാനിച്ചു. മോഹിത് വളരെ വേഗത്തിൽ തിരികെ വീട്ടിലേക്ക് വന്നു. അവൻ മാതാപിതാക്കളോടൊന്നും പറഞ്ഞില്ല, ആരോടും അവന് സംഭവിച്ചത് പങ്കുവച്ചില്ല. പക്ഷെ ഇങ്ങനെ പുറത്ത് പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, മനസ്സിൽ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന കാര്യങ്ങൾ പലരും ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യും. അങ്ങനെയാണ് മോഹിത് തനിക്ക് സംഭവിച്ച ഇക്കാര്യം ഇന്റർനെറ്റിൽ ഷെയർ ചെയ്തത്. അവൻ തൻ്റെ മാനസിക സംഘർഷം അങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് പോലും വല്ലാത്ത ദുഃഖം തോന്നിപ്പോയി. നമ്മൾ എത്രയോ വിശ്വാസത്തിലാണ് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ചെന്ന് നിൽക്കുന്നത്. നമ്മുടെ സഹോദരനാണ്, നമ്മുടെ സഹോദരിയാണ്, ചേട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരിൽ നിന്നും തിരികെ നമുക്ക് ലഭിക്കുന്ന പ്രതികരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത മുറിവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അപകടം പലപ്പോഴും അപരിചിതരിൽ നിന്നല്ല വരുന്നത്, വിശ്വാസം നേടിയവരിൽ നിന്നാണ് അത് കൂടുതലായും വരുന്നത്. വയസ്സ്, സൗമ്യത, ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന തോന്നൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മുഖത്തെ മറയ്ക്കാൻ കഴിയും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, അതിപ്പോൾ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, സാമൂഹികമായി കൂടുതൽ സുരക്ഷയും നിയമപരമായ സംരക്ഷണവും അർഹിക്കുന്നുണ്ട്. സംശയം തോന്നിയാൽ ഒരിക്കലും നിശബ്ദരാകരുത്. വൈകുന്നതിന് മുൻപ് തന്നെ ശബ്ദമുയർത്തണം. കാരണം ഒരു ചെറിയ അവഗണന വർഷങ്ങളോളം മറഞ്ഞിരിക്കുന്ന ഭീകര സത്യങ്ങൾക്ക് വഴി തുറക്കാം. മോഹിത് ആദ്യ ദിവസം തന്നെ അച്ഛനോട് അത് തുറന്നു പറഞ്ഞിരുന്നുവെന്നുണ്ടെങ്കിൽ രണ്ടാം തവണ ഒരിക്കലും അവൾ മോഹിത്തിൻ്റെ അടുത്തേക്ക് വരില്ലായിരുന്നു, സ്വന്തം സഹോദരൻ്റെ അടുത്തേക്ക് വരില്ലായിരുന്നു. സത്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ബന്ധങ്ങളുടെ ഒന്നും വിലയറിയില്ല. അവർക്കാവശ്യം അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ്. തനിക്ക് സന്തോഷം തരുന്നത് എന്താണോ അതവർ ചെയ്യും, അതിപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സമൂഹത്തിലോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ ചാനൽ കൊണ്ടെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.